നഷ്ടപ്പെടേക്കാം. ആദ്യം നിങ്ങൾ ഈ അടിച്ചാ നില്ല 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 മാറ ഞാൻ ചെയ്യുമ്പോ എനിക്കായിരുന്നു. ഒരു മിനിറ്റ്. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചെയ്തോ പറ്റില്ലടാ. അല്ല നിങ്ങൾ നോക്കി ചെയ്തോ. ഞാൻ ചെയ്തടാ, നീ ആ ചെറിയ ഗ്യാപ്പിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ദുബായ് TDM ആണോ? ഓക്കെ, നടക്കട്ടെ. ഞാൻ ഇവിടെ ഗ്രൈൻഡിങ്. ആ പിന്നെ പഴയ റേഡിയോ തന്നെ കേരളാവും അവിടെ അതിന്റെ അവിടെ എന്നാ പയ്യേ സെല്ലാണ് കൊടുത്താൽ മതിയടാ. നീ ഓരോന്ന് സെല്ല് ചെയ്യുന്നാടെ നീ. മേളിലുണ്ടാ? എല്ലാവർക്കും ഉണ്ടോ? മേളിലുണ്ടാ, എല്ലാവർക്കും ഉണ്ട്. എടാ ഞാൻ ഇവിടെ അപ്പുറത്തുള്ള ഗ്യാരേജ് ഉണ്ടല്ലേ ഗിരി, ഞാൻ അവിടെ നിൽക്കാവേ. അവിടെ ഒന്ന് ഞാൻ ആയിരിക്കേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടാണ് നെറ്റ് കഴിഞ്ഞ് മൊത്തം ബഗ്ഗായി. ഇപ്പൊ വന്നതേ ഉള്ളൂ. കാര്യം പറഞ്ഞ ശരിക്കല്ല കേട്ടോ. ശരിയല്ലേ. മൊത്തം ബഗ്ഗായി. എവിടെ ഉണ്ട്? ഇപ്പൊ മറ്റേ ഗ്യാങ് ഹൗസ് പരിപാടി നടക്കണം. അല്ലല്ല, എനിക്ക് ബഗ്ഗായി. ഞാനിനി ഒന്നുകൂടി ഇറങ്ങി കയറേണ്ടി വരും. അയ്യോ, ഞാൻ ഇറങ്ങി കയറട്ടെ. അതിന്റെ കയറിയിട്ട് വിളിക്കും. ഞാൻ ഒന്ന് ആയിട്ട് പോരാ. ഓക്കെ.
ഹലോ 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 നീ എവിടെ മുതുക്കില്ല ഇവിടെ അടുത്ത് ഗ്യാരേജ് ഉണ്ടായിട്ട് നിനക്ക് വൈകിടാ. ബെൻസെ ഉടനെ കാണിക്കാം, നാളെ കാണിക്കാം. ഇല്ല, ഞാൻ ഗോകുവിനെ വിളിച്ചോളട്ടെ. കുഴപ്പമില്ല. വെൻസേ ഹോസ്പിറ്റലിലോട്ട് വന്നാട്രാ വെൻസേ നീ ഒന്ന്. വയ്യ വയ്യ. ഷാജി ബ്രോ ഇറങ്ങിയ വരാം വരാം. രണ്ടോ നിക്കുന്നു. നമുക്കൊരു പേഷ്യന്റിനെ കാണിക്കണ്ടല്ലോ. തലയ്ക്ക് എന്തോ പണി കിട്ടിയെന്ന് തോന്നുന്നു. പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നു. പുള്ളി ഇപ്പം എവിടെയോ നമ്മളെ കൈ കൺവെട്ടിച്ച് എവിടെങ്ങോട്ടോ പോയി. അതെ അതെ, ഇത് കൂടുതലാണ് സാറേ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണെന്ന് അറിയത്തില്ല. പുള്ളി ഇപ്പം ബന്ധമില്ല, പരസ്പര ബന്ധമില്ല. ഇന്നലെ ഒരു ചെറിയ ഇത് ഉണ്ടായിരുന്നുള്ളൂ, ഇന്നായപ്പോ നല്ല കൂടിയിട്ടുണ്ട്. കൊണ്ടുവരട്ടെ? ഇപ്പൊ കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാം. ബെൻസ് ഒന്ന് ഹോസ്പിറ്റലിലോട്ട് വേണം പെട്ടെന്ന്. ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ. ഓ, റേഡിയോ 550. കോൾ കേട്ടേനെ. ഓക്കെ. ഒരു കേസ് എടുക്കാൻ 10 പേരൊക്കെ പോണേ എന്തോന്ന്. അയ്യോ പരിപാടി? കേക്കല്ല, ഞാൻ വെറുതെ ഇവിടെ ഇത്തിരി വണ്ടി കണ്ടോണ്ട് വന്ന് നോക്കിയതാ. അങ്ങനെ ഇവിടെ സാറന്മാരും ആരുമില്ലേ? എല്ലാരും പോയാ? കേസ് എടുക്കാൻ പോയതാ. അയ്യോ, ബെൻസിന് വട്ടായി. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ വരുമായിരിക്കും. പോയിട്ടില്ല. അവനെ പിടിച്ചെടുത്ത സീനിയേഴ്സ് ആരെങ്കിലും ഉണ്ടോ? സീനിയേഴ്സ് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരുത്തരും കാണാനില്ല. സാറിന് സ്കാൻ ഒക്കെ ചെയ്യാൻ അറിയാവോ? ഞാൻ മെഡിക്കൽ സ്റ്റോറാണ് സാർ, എനിക്ക് അതിനുള്ള അതോറിറ്റി ഇല്ല. ഒരു വലിയ പേഷ്യന്റ് വരുമായിരിക്കും. വിളിക്കണേ, കുറെ ചേർന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാം. അല്ല, റേഡിയോ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വരണം. അപ്പം ആരെങ്കിലും വരും. ഒരാള് ഫുഡ് മേടിക്കാൻ പോയേക്കോ എല്ലാവർക്കും, ബാക്കിയുള്ളവരെന്തോ കേസ് വന്ന് പോയേക്കോ. ഡ്യൂട്ടി കയറിയുള്ളതാ, ഞാൻ മാത്രം നിൽക്കുന്നത്.
അത് പെട്ടെന്നാക്കണേന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഈ പേഷ്യന്റ് വെളിയിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് പണിയാവും. ആ മനുഷ്യരെ നിങ്ങൾ ചികിത്സ സാറിന്റെ പേര്? എന്റെ ആണോ? ഈ സാർ കണ്ണാടി വെച്ച സാർ രണ്ടുപേരും കണ്ണാടി ഉണ്ടാ ഇഷ്ടമുള്ള സാർ. ലോങ്കോട്ടാണോ? ലോങ്കോട്ട്. കുറുക്കൻ ഷാജി. എന്താണ് സാറേ പ്രശ്നം? എന്താണ് സാറേ പ്രശ്നം? അതെ അതെ. സാറേ, പേരെന്താണ്? പേരെന്താണ്? എന്റെ പേര് ഈശോയ്ക്ക്. നിന്റെ അല്ല അറിയില്ല അങ്ങോട്ട്. സാറിന്റെ കൂടെ ഞാൻ കറങ്ങിയിട്ടുണ്ട് എപ്പോഴും. നമുക്കറിയാം. പിന്നല്ല, നമുക്ക് സിംസ് എല്ലാരും കുടുംബം പോലാണേ. സാറേ ഗോകുലിനെ അറിയോ? ഗോകു സാറിനെ അറിയില്ല നമുക്ക്. ഗോകുവിന്റെ ബ്രദറാ. ഗോകുവിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണ് നമുക്ക് വിളിച്ച്. അത്രേ ഉള്ളൂ. ഇതാണ് പേഷ്യന്റ്. അല്ലടാ അല്ല. സാറേ സാറൊന്നും കൊണ്ടുവന്നേ. സാറേ നടക്കോ? നിനക്കൊരു അസുഖമില്ല, ഒന്നുമില്ല. അത് പേഷ്യന്റ് അല്ല, പേഴ്സ് കാണുന്നില്ലെന്ന്. ബടി എവിടെന്നൊക്കെ ബനിയനോ? ഞാനിങ്ങനെ പറന്നും ഇളഞ്ഞൊക്കെ വരും. നമുക്ക് ബെൻസിനെ കാണിച്ചിട്ട് മൈ ബെൻസിനെ കൊണ്ട് മൈനിങ്ങിന് വന്നു. ഓടിയല്ല എടാ ഷാജിയും വട്ടഗിരി ഒന്നും കൂടെ തന്നെ. ബെഞ്ചിന് വയ്യ, അവന് തലയ്ക്ക് അസുഖം പറഞ്ഞു ഇവിടെ കിടത്താൻ നിൽക്കുന്നു. അതും കൂടി കൂട്ടിയിട്ട് സുന്നത്തും കൂടി കിടത്താം. എന്താ പറയാ? അതിന്റെ അങ്ങേർക്കേ ഇത് സുന്നത്ത് ചെയ്തിട്ട് പരിചയമില്ലെന്ന്. അതാവുമ്പോ നേരെ ഡയറക്റ്റ് സാധനം കട്ട് ചെയ്തോളൂ. നമുക്ക് ലാഭയില്ലേ? ഒരു മിനിറ്റ്. ഇവിടെ ഓൾറെഡി ചെയ്തൊരു പരിപാടിയല്ലേ. എന്തോ കട്ട് ചെയ്യാം. എന്താ അഭിപ്രായം? ഇവിടെ നേരത്തെ അവനെ വെട്ടിട്ടും കാര്യമില്ലടാ. വെട്ടാനെല്ലാം വേണ്ടേ അവിടെ? അയാള് തുറന്നു നോക്കുമ്പോ അതില്ലെങ്കിൽ അയാള് പേടിക്കും. അയ്യോ, ഇവിടെ ഒന്നുമില്ലേ? നമ്മളെ പറ്റിച്ച വെറുതെ പൈസ എടുക്കണം. സാധനത്തിന് വെറുതെ പൈസ കൊടുക്കണം. ഇപ്പൊ അവനക്ക് അസുഖമാണ്, അത് നമുക്കത് കാണിക്കണം. ബന്ധമില്ല സംസാരിക്കുന്നുണ്ട്. എപ്പോഴും ഈ കിടത്തി ഷോക്ക് കൊടുത്താലോ എന്ന് ആലോചിക്കണം ഞാൻ. കുറച്ചു മുമ്പ് മൊബൈൽ ചാർജ് ചെയ്തതാണ്, ഇതോ വീണ്ടും ചെയ്യണം. എന്താണ് ചെയ്യാൻ ആരും വന്നില്ലല്ലോ. ആരെങ്കിലും ഒന്ന് വിളിയടാ. പോയാ? എല്ലാരും പോയാ? ഹലോ, നമുക്ക് അവനെ ഇതാക്കിയാലോ? അതാ പറഞ്ഞ, അവന് തലയ്ക്ക് സുഖല്ല, അവന് ഷോക്ക് കൊടുക്കണം, കിടത്തണം അവനെ. സീനിയേഴ്സ് ആരും ഇല്ലെന്നാ പറഞ്ഞേ. സാറ് പോയിട്ടാ അർജന്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞടിച്ചു. അർജന്റ് ഓപ്പറേഷൻ. എനിക്ക് അവന് കൂടുന്നുണ്ട് കേട്ടോ, അതോ കാണിക്കണോ? പകർന്നു രോഗം പകർന്നു. ഹോസ്പിറ്റലിൽ മേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ബെൻസ് പറഞ്ഞ അങ്ങനെ പഠിക്കും. ആലയം കണ്ടാവും പോലെ അവന് കൂടി നിൽക്കുന്നുണ്ടാവോ അവന് കാണിക്കാൻ വട്ടായി. വെറുതെ ഒരു ഇളക്കം. വന്നോ? ഇത് പ്രശ്നം. ഹലോ, നിങ്ങൾ സീനിയേഴ്സ് ആണോ? ഓപ്പറേഷൻ ഒക്കെ ചെയ്യൂ, ഷോക്ക് ഒക്കെ അടുപ്പിക്കൂ? പിന്നെ ഞാൻ
ആ എന്നാ വാ, പറ്റിയൊരു പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര സീനാണ് കേട്ടാ. ഈ ഹയ്യ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പരസ്പര ബന്ധം ഇല്ലാതെ ചുമ്മാ സംസാരിക്കുക, ഒരു സിംസിന്റെ വണ്ടി പോയാൽ അതിന്റെ പുറകെ ഓടുക. ആ, ആളവിടെ ഉണ്ട്. അയ്യോ പോയോ? അയ്യോ ഒരു വൈറ്റ് പിടിച്ചേട്ടി കൊണ്ടുവന്നാണേ, ഒരു വൈറ്റ് ആയിരുന്നു. പക്ഷേ എവിടെയാടാ ഇങ്ങനെ സാറേ വാ, അതോ അവിടെ ഉണ്ട് അവിടെ ഉണ്ട്. താണ്ട് 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 ഇതില് വര ഉണ്ട്. ബെൻസിങ് ആടാ, ബെൻസിങ് ആടാ. ആ എൻസോ പറയടാ, പറയടാ എൻസോ. ഹലോ ഹലോ. എന്ത് പരിപാടി? ബെൻസിന് ചെറിയ പ്രശ്നമാടാ തലയിൽ. ബെൻസ് സ്കൂബി. അവടെ പടം അവൻ എന്തോ ആ ഉടുപ്പില്ലാതെ, അയ്യേ ഉടുപ്പില്ലാതെ എന്തോ കാണിക്കുന്നു. ഇത് അമ്പാടിയടാ. ഏട്ടാ നല്ല സീനാണ് കേട്ടാ. ഇതാരാ? ഇത് അമ്പാടിയടാ, അമ്പാടി. അറിഞ്ഞൂടാ. ഞാനാ നിനക്കറിയത്തില്ലോ. അതൊത്തിരി സീനാണ്, ഒന്ന് ഡീൽ ചെയ്തിട്ട് വരാണോ വാടാ. പ്രശ്നം ഞാനാണ്. ഞാൻ ഞാൻ പോയിട്ട് വരാം. നിന്റെ വണ്ടിയല്ലേ? പോയിട്ടാ വിൽക്കുന്നുണ്ടോ? അത് കൊടുക്കൂല. വാ മെൻസ് പോലെ വാ വാ വാ. പാർത്ഥിബൻ പാർത്ഥിബനാണോ? എന്നാ എവിടെ കടന്നു? ഇതില് കിടന്ന വാ വാ. കിടക്കാൻ അറിയാൻ നോക്കാനാ. നീങ്ങ വന്നാണ്, നീങ്ങ വാ 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 വാ. അടുത്തോ വാ വാ വാ. എന്നെ ഫോളോ വാ വാ. ഒരു പണിയില്ല, നീ വാ. പിങ്ങില്ല. ഇതില് കിടന്നാണ് ഇല്ല കേടാ. എന്റെ ഡോക്ടറും എല്ലാം ഞാൻ തന്നെ. ആ നാറികള് പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ റിപ്പോർട്ടൊക്കെ ഇപ്പൊ ഞാൻ അവരെ വിളിച്ചോണ്ട് വരാം. സ്കാനിങ് തുടങ്ങി. ഞാൻ തന്നെ ഡോക്ടർ. അതിനോ അവിടെ കമ്പ്യൂട്ടറിൽ ഞാൻ തന്നെ സ്കാൻ ചെയ്യണം, എല്ലാം ഞാൻ തന്നെ. ഇത് വേറൊന്നുമില്ല. മതി, നിന്റെ സാമാനമല്ല സ്കാൻ ചെയ്യണം. ആണോ അടുത്ത എടേടാ കാലടിച്ചു പൊട്ടി. ഒന്നുമില്ല അല്ലേ? കളർ നോക്ക്. ആ ഷഡിങ് കൂടി വേണ്ട അവിടെ സാമാനം. ഒന്നും പറയുന്നില്ല. വന്നിട്ട് കോക്രീസിയ കക്കളാക്കി കൊക്കസിയ എന്നുള്ള അസുഖമാണ്. എന്ന് പറയുമ്പോഴത്തേക്കും അതാവും ചിലപ്പോൾ ആരുടെയും ഇതൊക്കെ പിടിക്കും. ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഇപ്പൊ തരാം. അവിടെ തന്നെ കിട്ടാൻ
ഷാജി ബ്രോ ഹലോ. എടാ ഇവന് ഞാൻ ട്രീറ്റ് ചെയ്യണ്ടോ? ട്രീറ്റ് ചെയ്യണേ അല്ല ആളെ ഹയർ ഓഫീസർ വന്നു, നിങ്ങൾ അവിടെ കടത്തി. അതെ അതൊന്നും പറ്റില്ല. കാരണം ഞാൻ ഏറ്റെടുത്ത് അറിയില്ല. ഞാൻ ചെയ്ത് പഠിക്കട്ടെ. ഉറപ്പായി ഞാൻ ചെയ്ത് പഠിക്കട്ടെ. അപ്പടാ കണ്ടോ ശരി. ആ അതില്ല കിടന്നല്ല. ശരി ഒരു ചത്ത കിടന്നു. എന്തരിത് അത് യൂസ് മെഷീൻ കൊടുക്കുമ്പോ സ്കാനിന് വരെ ഞാൻ കയറി കിടക്കണം. ബാക്കി അവിടെ എന്താ പറയുന്ന അറിയോ? അവിടെ സുന്നത്തിന്റെ കാര്യം പറയുന്നത്. അവന്മാർക്ക് വയ്യ. സുന്നിയില്ലാത്തവൻ എന്തൊരു സുന്നത്ത്. അതെ നമുക്ക് അതില്ലേ സ്കാൻ ചെയ്തപ്പോ അതും കണ്ടില്ലേ? റിപ്പോർട്ടിനുണ്ട് സുന്നിയില്ല ഒരു കുട്ടിയാണ്. എന്ത് ചെയ്യും? പ്രശ്നമാണ് കേട്ടോ. ഡോക്ടർ വന്ന് കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ കരഞ്ഞിട്ടായി പോലെയായിരുന്നു. സാറേ വാ വാ വാ. അയ്യോ എവിടെ ഇവിടെ ഉണ്ടായിരുന്നടാ. ഷാജി ബ്രോ സൂചി വെക്കത്തില്ല. പുറത്തേക്ക് ഓടരുതേ. ഓടി ഒരു സൂചി കുത്ത്. കിടന്നു കഴിഞ്ഞാൽ സൂചി കുത്തത്തില്ല. ഓക്കെ ഞാൻ സൂചിയൊന്നും കുത്തൂല, ഒരു കോലേ കുത്തുന്നു. അയ്യോ അങ്ങനെ ഇന്ന് സുന്നത്തും നടക്കും. അതിന്റെ എല്ലാം പോയി മുറിഞ്ഞു സമാധാനം. ഇപ്പൊ ഡോക്ടർ ഇറങ്ങി ഉടനെ നമ്മള് നാലുപേരും കരഞ്ഞോണ്ടിറങ്ങി. നമുക്ക് കാര്യം ചെയ്താലോ, നമുക്ക് പിഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് അവന്റെ ചുണ്ണി മുറിച്ചളന്ന് പറഞ്ഞാലോ അവളെടുത്ത് ആ പ്രേമം കൂട്ടി പോകും. കേട്ടാ ഇത് കഴിഞ്ഞ ഉടനെ കരയണേ എല്ലാന്നോ ഉണ്ണി പോയെന്ന് പറഞ്ഞ് കരയണേ. അവന്റെ അടുത്ത് വിഷമം കാണിക്കണേ. അകതാ വന്നു ഇങ്ങനെ. എങ്ങനെ കാര്യാ? കേക്കാം കോൽക്കളി ചെയ്ത് കാണും. പറയുന്ന അവിടെ കത്ത് മിണ്ടല്ലേ മിണ്ടല്ലേ. ആ സൈഡ് വന്നാലും നന്നായിട്ട് ഇടാൻ പറ്റും. ഞാന് മറ്റേ ക്യാമറ ആംഗിളിൽ നോക്കട്ടെ. വെയിറ്റ്. സാധനം കിട്ടിയിട്ട് സെറ്റാ. ഇന്ന് മുറിച്ച് അവന്റെ പഴവും അരിയും എല്ലാം പോവും. എല്ലാം പോവും കേട്ടാ. സാധനം വരത്തി. ഇന്ന് സുണ്ണിന്റെ പെൻസിന് കാണാം. എടാ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മേടിക്കുന്ന എല്ലാം റെക്കോർഡിക്കാം. ഒരു വീഡിയോ വേണ്ട. അവിടെ വീഡിയോ എടുക്കുന്നു. ഡോർ ലോക്ക് ചെയ്തേട്ടാ. നമ്മളിവിടെ എല്ലാരും ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചിരിക്കുക. ഇരിക്കാൻ പറ്റൂലല്ലേ? ഇരിക്കാൻ പറ്റും. മേഡം ഒരു കാര്യം ചെയ്യാം. മേഡം ഒന്ന് കൊണ്ടുവരുമോ? ഒന്ന് പുറത്തോട്ട് വരുമോ? അയ്യോ
അതൊന്ന് കാണാൻ പറ്റുമോ? അതൊന്ന് കാണാൻ പറ്റുമോ? ആ സാധനം ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. അങ്ങനെയല്ല ആ പെട്ടി അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ആ പെട്ടിയെ അവന്റെ തുന മുറിച്ചതാന്ന് പറഞ്ഞിട്ട് അവൾക്ക് POV കാണിച്ചു കൊടുക്കാലോ. അങ്ങനെ പെട്ടിക്കകത്തോണ്ട് സാധനം. സാധനം പെട്ടിക്കകത്ത് മുറിച്ചോണ്ടെന്ന് പറഞ്ഞാ പോരെ. അത് കിടുന്ന പറ്റി. പെട്ടി ഒന്ന് ഹാൻഡ് ഓവർ ചെയ്താ ഇവന് ഈശോയ്ക്ക്. Can I take a picture? Ma'am, can I take a picture? You want a picture? Yes, yes. Box. Yes, sure. Wait a minute. Ma'am. ഞാനൊന്നല്ല അവൻ്റെ കൊണ്ടുപോകല് മാം. ഇതെന്തിരി കിണ്ടിയത്? അത് കളയല്ലേ മാം, സൂക്ഷിച്ചേക്കണേ. മ്യൂസിയത്തില് The phone is so vulnerable. ഈ അത് കളയാൻ സൂക്ഷിച്ചേക്കാൻ പറയണേ ഏതെങ്കിലും മ്യൂസിയത്തില്. Okay. ഷാജാൻ ഒരു കാര്യം പറയാം. നിങ്ങളെ Okay, ma'am. നാളെ എന്റെ കന്നി വേറാണ്. അതും ഓ. ജേഡിയോടൊപ്പം. പൊളി. രാജയില്ലടാ, പേടിക്കണ്ട. രാജയല്ല പേടിക്കാറുണ്ടോ. അടിച്ചു പൊളിക്ക്. ഓൾ ദ ബെസ്റ്റ്. അതൊന്നും നോക്കണ്ട, അതൊന്നും നീ അല്ല എല്ലാത്തിനും അടിച്ച് പൊളി. പട്ടിയിലേക്ക് എതിരല്ലേ, ജേഡിയല്ലേ? വരുന്നൊക്കെയാണെന്നോ. ആ ഓക്കെ, സെറ്റ് ഇവിടെ കോമഡി കേട്ടാ. ഉറങ്ങി എണീറ്റപ്പോ ഞാൻ രാവിലെ ആയി പോയിന്ന് പറയുന്നു. അനുഗ്രഹം തരണ. അനുഗ്രഹം എനിക്ക് അനുഗ്രഹം തരണം. എങ്ങനെ അനുഗ്രഹം തരണം? ഞാൻ കാല് ഒരു ദുഃഖം. നീ വെറുതെ F2 നോക്കിയത്. ആ അനുഗ്രഹം മേടിച്ച് പിന്നെ പിക്കെടുത്ത് മുമ്പിൽ ഇത് മതി. ഇത്രയും കോട്ട് സൂട്ടിട്ട് കഞ്ഞി സംസാരിക്കുന്നു. ആവശ്യമുള്ള തെളിവൊക്കെ കിട്ടിയില്ലേ? ഇനി അവന്റെ പ്രായമായി ഞാനത് കാണണം. കഴിഞ്ഞ അങ്ങേ ആഴ്ചയാണ് അത് ലാസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചെന്നാ. ഓക്കെ സാറേ, ഞാൻ വരാം. ഇവിടെയാണ് ഓണർ. അല്ല ഓണറല്ല, വലിയ പുള്ളി. വലിയ പുള്ളി പോകണ്ട, ചെറിയ പുള്ളി പോയി. അവകാശം അല്ലേ ചേട്ടനായ എന്നെ എത്തിയിട്ട് അവൻ ചാടിക്കളഞ്ഞു. അവ ഇപ്പൊ അവന്റെ സുണ്ണി പോയിട്ട് വായും കൂടെ കൂട്ടി തയ്ക്കും അവൻ പോയ. മീൻ പിടിക്കാൻ പോയിട്ട് 2-3 ആഴ്ചയായി സാറേ. പെണ്ണിക്കള്ളൻ. ആ മുട്ട തന്നെ പെണ്ണിക്കള്ളൻ. ശരിത്തെ ആ നമുക്ക് ഫെസിലിറ്റീസ് ഒക്കെ ഒന്നും അവന് മനസ്സിലായിട്ടില്ല. പെൺകുട്ടി ഉണ്ടായിരുന്നു, അവന് പോലും അവനക്ക് ഇപ്പൊ ഓർമ്മയില്ല. കഥ പറയുന്നത് 2 ആഴ്ചയായിട്ടേ ഉള്ളൂ. പിറ്റേ ദിവസം ആ കുട്ടീനെ പോലും അവൻ മറന്നു. എനിക്ക് ആ കുട്ടി ഇന്നലെ എനിക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു സാറേ. ഇന്നലെ നമ്മുടെ പെഡ്രി ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. നമ്മുടെ പെഡ്രി മട്ടേരി ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. മാറ്റം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞ സാറേ. ഹലോ സാറേ എനിക്കൊന്ന് കേറാൻ പറ്റുമോ? ഈ പീഡിയുടെ വണ്ടി എടുത്ത് കൊണ്ടുപോവാ, സിംസിന്റെ വണ്ടി കയറിയിരിക്കുക വെറുതെ. ഇതാണ് വട്ടിഗിരി. ഹലോ സാറേ, നമസ്കാരം. പേര് വട്ടായാലും പുള്ളി ഓക്കെയാ. ഞാനിത് തന്നെ എല്ലാവരുടെ പറയണം. മറ്റുള്ള അനിയനാണ്, പക്ഷെ ഇവന് മാത്രമേ ബോധമുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. പേര് മാത്രമേ വട്ട്, ബാക്കിയെല്ലാം കള്ളി. അവന്റെ സാധനം എടുക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി പോകുന്ന ഒരു പുള്ളി. അപ്പൊ ഇംഗ്ലീഷ് തെറ്റാകട്ടെ. ഇംഗ്ലീഷ് പവർ അറിഞ്ഞൂടെ? പറ്റിയതാണ് പുള്ളിക്ക്. ജീവിതമൊക്കെ വിട്ട് കെട്ടി ഒരു കുടുംബജീവിതം ഒരു ജോലി കിട്ടിയിരുന്ന ഗെയിം കളിച്ചാൽ പോലും
ഞാൻ വന്നിരുന്നു ബെൻ ടിഷ മിസ് ചെയ്യുന്നു എണ്ണിക്കള്ള ഇപ്പൊ സിയാൻ വരും നിന്റെ അടുത്ത്. അതെ സാറേ, മൂന്നാഴ്ച മുന്നെയാണ് അവസാനമായിട്ട് നേരാവണ്ണം മീൻ പിടിക്കാൻ പോയെ. അന്ന് ഇവന് മീൻ കിട്ടാണ്ട് അവൻ ആകെ ഡിപ്രഷനിലായിരുന്നു സാറേ. ഒരു മീൻ പോലും അവന് കിട്ടിയില്ല. ഒരു മീൻ പോയിട്ട് അവന് ചുണ്ടി വലുപ്പത്തിലുള്ള ഒരു മീൻ പോലും കിട്ടിയില്ല. അതിന്റെ ഡിപ്രഷൻ അവന് വല്ലാണ്ടങ്ങ് അലച്ചു സാറേ. മീൻ കിട്ടിയില്ല. ഒരു അരയിഞ്ച് കിട്ടുകയാണെങ്കിൽ അവന്റെ സൂര്യ പോലെ തന്നെ ഒന്നും കിട്ടിയില്ല. അതൊക്കെ എന്തൊക്കെ കാണണ്ടേ. അതെ, അത് മാത്രമല്ല, അതിപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം സീരിയസ് ആയിട്ട് ചേട്ടന്മാരെല്ലാരും കൂടി സംസാരിച്ചോണ്ടിരിക്കുമ്പം അതിന്റെ ഇടയിൽ ബന്ധമില്ലാതെ എന്തൊക്കെയോ ഇഷ്യൂ കൊണ്ടിടും. എന്തെങ്കിലും ഇഷ്യൂ രാജ എങ്ങനെ സാറേ ഒരു മിനിറ്റ് സാറേ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ബെൻസിന്റെ ചാറ്റ് നോക്ക് ട്വിറ്ററില്. എന്താന്ന് വെച്ചാല് ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ കുണ്ടി അവിടെ പറയുന്ന കേട്ടില്ലേ? ഒരു പരസ്പരമൊന്നുമില്ല. ഇപ്പൊ നമ്മള് പറഞ്ഞ അവൻ പറയുന്ന കേട്ടില്ലേ? ഉപ്പുമാങ്ങ ഭരണി അപ്പുണ്ണിയുടെ കുണ്ടിന്ന്. അതെന്താന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ സാറേ. എവിടെ സാറേ തുമ്പ് കട്ട് ചെയ്യാൻ പോയി? ഓ ഈ 4 ദിവസമായി, അല്ല 7 ദിവസമായി. നിമിഷാണോ നോക്കൂല കേട്ടോ, പൊട്ടിച്ചാളെ. രാജായിരുന്നു നിന്റെ കൊണ്ടാട്ടിയാ. എല്ലാരും കൂടെ രാജില്ലല്ലോ. രാജയ്ക്ക് ബണ്ണല്ലേ? ആ പുള്ളിനെ എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ. പോയി മാറ്റി തൂത്തിയരാ. ഇപ്പൊ പോയ ആ പുള്ളിനെ അങ്ങോട്ട് ഓടിയ ആ ഡോക്ടർ ഒരു മാറ്റി തൂത്തിയരാ. അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ കൊല്ലാൻ അതൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ കൊല്ലാൻ പറ്റത്തില്ല. അതിന്റെ പേടിനെ കൊല്ലാൻ പറ്റും. ഇതൊക്കെയാണ് സാറേ കണ്ട. മാക്കാച്ചി അടിച്ചിട്ടായോ? അത് പോയ മാക്കാച്ചി ഉറപ്പാ. അതുകൊണ്ട് ഞാൻ രക്ഷിക്കാമോ? ഇപ്പൊ അവിടെ ആ ബെഡി കിടക്കൂ. അപ്പൊ സാറേ ഞാൻ പറയട്ടെ, പിന്നെ നമ്മൾ പറഞ്ഞില്ലേ രണ്ടാമത്തെ കാര്യം, അടിയത്തെ കാര്യം. സാറേ അടിയത്തെ അതും കൂടി ഒന്ന് ഈ സമയത്ത് ചെയ്യുവാണെങ്കിൽ ഓർമ്മയില്ലാത്ത സമയമാണ്. ആദ്യം അത് ചെയ്തിട്ട് മറ്റേത് ചെയ്യും. സാറേ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെച്ചോ സാറേ? ഒരു മയക്കുമരുന്ന് കുത്തിവെച്ചോ? കാത്തിരിക്കുന്ന ഇരിപ്പണ്ടില്ലേ? അത് കുഴപ്പമില്ല സാറേ, ഒപ്പിട്ടുതരാം. അത് ഞങ്ങൾ 2 ആൾക്കാരും കൂടി ഒപ്പിട്ടുതരാം. വന്നിട്ട് പോയടാ. ഇടിവെട്ടാ കുറുക്ക് ഷാജി തന്നെ പറയണ. അല്ല റിലേറ്റീവ് അല്ലേ? വാണിംഗ് സ്മോക്കിംഗ് കിൽസ് യുവർ ലങ്സ്. ഒരു കാര്യം പറയട്ടെ, ഓഷിയാണേ. നിങ്ങൾക്ക് ഒപ്റ്റിമൈസേഷൻ അറിയോ? കുറച്ച് സെറ്റിങ്സ് വെച്ചുള്ള അറിയാം. എന്തേലും ചെയ്തു തരുമോ എനിക്ക്? നാളെ എപ്പോ വാറപ്പാ? രാത്രി നൈറ്റ് ഇരിക്കും.
രാവിലെ ഫ്രീ ആണോ? രാവിലെ രാവിലെ ഫ്രീ ആവില്ല, അപ്പൊ വൈകുന്നേരം ആവും. വൈകിട്ട് വന്നിട്ട് BC വിളിക്കും. ഓക്കെ. സാറേ ഉള്ളിലോട്ട് വരാമോ? സാറേ ഉള്ളിലോട്ട് വരാമോ? എന്തോ സാറേ സാറ് പറ സാറ്. എന്തൊക്കെ കാണുന്നല്ലേ. എണീക്കട്ടെ, അവിടെ ഇരി 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 ഇരി. ആ മോഡ്സ് മനസ്സിൽ ക്രൈയും ഇടാ കരുന്നേ. ഇരി, എന്താണ് അകത്ത്? നടക്ക്. എന്റെ കണ്ണ് നോക്ക്, എന്റെ കണ്ണ് നോക്ക്. വെള്ളം വരിക കണ്ണെന്ന്. എന്നെ കണ്ടിട്ടില്ലല്ലോ. വട്ടിഗിരി ഫോൺ മാറ്റി. അങ്ങനെയാണെങ്കിൽ വട്ടിഗിരിയുടെ ഫോണിലേക്ക് വിളിക്കണം മൊണ്ണേ. എന്റെ ഫോണിലോട്ട് വിളി. നീ ആളെ എല്ലാണോ ഭ്രാന്തന്മാര്? എല്ലാം ഭ്രാന്തന്മാരുടെ ഞാൻ പോളെ. ബെൻസ് കേക്കോന്ന്. ഇപ്പൊ പോയെന്നെ ഡോക്ടറെ 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 നിങ്ങൾ ഒന്ന് വെടിയിലോട്ട് വരും, ലോക്ക് ചെയ്തിട്ട് ഒന്ന് വെടി. ഇറങ്ങല്ലേ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ. പിടിപിടിയാ. ഡോക്ടറെ ഞാനൊരു സത്യം പറയട്ടെ, ബാക്കി രണ്ടുപേരും കൂടെ ഒന്നും വരില്ലേ? പ്രശ്നം അതുകൊണ്ടല്ലേ ഇത്ര നേരം കിടന്ന് അലച്ചോണ്ടിരിക്കുന്നത്. എങ്ങ വന്നേ? എങ്കിലൊന്ന് ശരി. ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതെന്നെ പറ്റി. ഓൾറെഡി വെക്കാം മരുന്നൊക്കെ കഴിച്ച് വരുന്ന ബോംബി വേ നൈറ്റ് മാത്രമേ ഉള്ളൂ, നൈറ്റ് മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ പെൻസിൽ പട്ട് ഓൾറെഡി മെഡിസിൻ എടുക്കുന്നത് നമ്മുടെ ഗോക്കു സാറാണ് നോക്കും. ഗോക്കു എന്റെ ചേട്ടനാണ്, ഗോക്കു ബോക്സ്. അത് നോക്കിയായിരുന്നു മെഡിസിനൊക്കെ കൈ വരും. പക്ഷെ ഇന്ന് ഇവൻ ഇളകിയ സമയം തൊട്ട് അതിന് ഇഷ്യൂ എന്ന് പറയണ കറക്റ്റ് അറിയില്ല. അവനായിട്ട് ഞാൻ വലിയ പരിചയമില്ല. ആ ഒത്തിരി പ്രശ്നമാണ്. അവന്റെ കാര്യം എനിക്ക് ഫുൾ അറിയത്തില്ല. പക്ഷെ ബാക്കി രണ്ടെന്റെ അനിയന്മാരും ഇപ്പൊ ഇല്ല ഇനി നമ്മുടെ ഫാമിലിയില് പെട്ടെന്ന് വന്നിട്ട് സാറേ ആ റൂമിൽ ലോക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ അവൻ ഓടിപ്പോ. നീ അതും അല്ല, അത് തുറന്നു തരാന്നാ ഡോക്ടർ. അല്ലെങ്കിൽ അവൻ ഓടുന്നത് എന്തിന്? തുറന്ന് കയറ്റിക്കോ, രണ്ടുപേരെയും കയറ്റിക്കോ. അത്ര ഗിരി അകത്തോ വാ ഗിരി അകത്തോ. അപ്പൊ ഇവനെ ഗിരിയും കൂടെ ഒന്ന് ചേർന്നോ. ഓക്കെ ഇനി വാ മെനു. പക്ഷെ ഇപ്പൊ മരുന്ന് കഴിക്കുന്ന ഗിരി മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ബെൻസിന് വട്ടായപ്പോഴത്തേക്ക് അവൻ വെച്ച് അടിച്ചൊരിതിൽ ചെറിയൊരു ഇളക്കേ ഉള്ളൂ. അവന് ചിലപ്പോ ഇഞ്ചക്ഷനിലെല്ലാം ശരിയാവും. പക്ഷെ ബെൻസിന് ഇത്തിരി കൂടുതലാണ് ഇപ്പൊ ഡോക്ടർ കാണുന്നുണ്ടല്ലോ. ഡോക്ടറുണ്ടേതുപോലെ ഈശോയ്ക്ക് വലിയ കുഴപ്പമില്ലെന്നാണ്. ഈശോയ്ക്ക് ചെറുതായിട്ട് അറിയത്തില്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ബെൻസ് ബോബിയുടെ സർക്കംസിഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇവര് വന്നേക്കുന്നത്. അതെന്താണ് കേസ്? അങ്ങേട്ടലാണോ? പിന്നത്തെ കല്യാണം
പിന്നെ വലിയൊരു വര അവിടെ നടുവിലുള്ളതുകൊണ്ട് സീനില്ല. കാര്യം പറയട്ടെ, വലിയ അവൻ സീനില്ല പണ്ട് അതുവഴി എടുക്കാം. ഇവന് അല്ല, തേങ്ങ ഓൾറെഡി നമ്മുടെ റെക്കോർഡിലുണ്ട് ഒരു പ്രാവശ്യം ചെയ്തു എന്നുള്ളൊരു ആ റെക്കോർഡുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് അപ്പൊ ചെയ്തിട്ട് ഇവ ഒരു പരിപാടി കാണിച്ചു. ഇപ്പൊ ഒരു ദിവസം തേങ്ങ ആക്കാൻ പോയി. തെങ്ങില് ബ്ലേഡ് ഉണ്ടായിരുന്നു. ഇവൻ ചറുകിയങ്ങ് ഇറങ്ങി, അതങ്ങ് പോയി. നീ ചെയ്യലില്ല ഡോക്ടറെ അവിടെ. അല്ല, ഞാനും അത് സെയിം തിങ് തന്നെയാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഇപ്പൊ ആ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കത് ചെത്തിക്കളയാനേ പറ്റുള്ളൂ. അതാണ് ഐ മീൻ കട്ട് ചെയ്ത് കളയാനേ പറ്റുള്ളൂ. ഞാൻ ഇനി വേറെ അവന്മാരുടെ അടുത്ത് ഉണ്ടാവില്ല. ഓൾറെഡി പറഞ്ഞാണ്. പക്ഷെ അവന്മാർക്ക് ഇല്ലാത്ത സാധനം വെട്ടണം. ഇപ്പൊ കൊണ്ടുവരണം. ആ അപ്പൊ ഇല്ലാത്ത സാധനം വെട്ടുന്നതാണ് അവന്മാരുടെ മൈൻഡില്. അപ്പൊ അവന്മാർക്ക് ആ പ്രശ്നം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എങ്കിലും ചെയ്ത് എന്റെ രണ്ടനിയന്മാരെയുള്ളൂ. അപ്പൊ ഷാജി ഇപ്പൊ പറഞ്ഞു തരുന്നത് എന്താണ്, നമ്മൾക്ക് ഇനിയിപ്പം ഇത് ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്കിപ്പം ഞാനിപ്പം എന്റെ സീനിയേഴ്സ് വരെ വന്നിട്ട് ചോദിക്കാണ്ട് എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഞാനൊരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് മരുന്ന് തന്നു വിടാം. എന്താണ് മെഡിസിൻ തന്നു വിടാം. അത് കൊടുത്തു നോക്ക്. കൊടുത്തു നോക്കിയിട്ട് ഇതായില്ല എന്നുണ്ടെങ്കിൽ നാളത്തേക്ക് വാ. ഓക്കെ, നാളെയല്ല, നാളത്തേക്ക് നാളത്തെ കഴിഞ്ഞ് ഒരു 2 days 2 ദിവസം, കഴിഞ്ഞിട്ടോ. 2 days. കാരണം നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാല്ലേ മെഡിസിൻ ആ, നമുക്ക്. അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ 3 പേർക്കും സെയിം തന്നെ കൊടുത്തോ. കാരണം എല്ലാവർക്കും ഒരേ സ്വഭാവം എന്നല്ലേ പറഞ്ഞത്. ആ അതെ അതെ. അപ്പൊ 3 പേർക്കും അത് ഒരു രാവിലെയും പിന്നെ വൈകിട്ടും എന്നുള്ള ഒരു ലെവലില് അത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് 2 ശേഷം ഗിരി പറഞ്ഞാൽ കേൾക്കും കേട്ടോ. അവന് മരുന്നൊക്കെ കഴിക്കാൻ മതി, അവൻ കറക്റ്റ് കഴിക്കും. അതെങ്ങനെയും കഴിപ്പിച്ചേ പറ്റുള്ളൂ. ഓ കാരണം അത് ഒഴിവാക്കാൻ പറ്റൂല. ഓക്കെ, അപ്പൊ അത് രാവിലെ ഫുഡിന് ശേഷം, അതുപോലെ തന്നെ കിടക്കുന്നതിന് മുന്നേ മീൻസ് അതായത് കഴിച്ചതിന് ശേഷം രാത്രി. ഞാൻ വാഴപ്പിണ്ടിയുടെ കൊച്ചിനെ നീ പോടാ വാഴപ്പിണ്ടി. ഓക്കെ ഡോക്ടറെ, അപ്പൊ ഒന്ന് നോക്കിയിട്ട് ഡോർ തുറന്നുണ്ടോ എന്നിട്ട് മരുന്ന്. മെഡിസിൻ കൂടിയാണെന്ന് തോന്നിപ്പോ വന്നേ. ഓക്കെ, നല്ല പൈസ ഒരു ഡോക്ടറെ പിടിച്ചോ. കൂടിയാനം അല്ലേ പെട്രി അതിനെക്കാട്ടി പെട്രി നിനക്ക് ദാമോദറ എടാ വരുന്നുണ്ടല്ലോ അങ്ങോട്ട്. പെട്രി നിനക്ക് ഷോക്ക് വേണോ? ഇല്ലാത്ത അണ്ടി എങ്ങനെയാണോ മുറിക്കുന്നത്? എങ്ങനെ മുറിച്ച് അതല്ലേ പറയുന്നത്, ഇല്ലാത്ത എങ്ങനെ മുറിക്കാൻ? സാറേ എന്റെ ബടി മൂന്നുപേർക്കും മരുന്ന്, മൂന്നുപേർക്കും മറ്റ്. ഏത് അല്ല ഞാൻ ഒരു തുമ്പ് ക്ലീൻ ആക്കി. ഇല്ലാത്ത സാധനം എങ്ങനെ മുറിച്ചെന്നാണ് പറയണത്. എത്രയോ പൊരിച്ചിട്ട് മാത്രമേ വെട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതെ, മൂന്ന് എല്ലാവർക്കും മറ്റ് കേസല്ല. ഓ മൈ ഗോഡ്. സാറേ ഈ ഡോറൊന്ന് അൺലോക്ക് ചെയ്തേ. സാറേ ഈ ഡോറൊന്ന് അൺലോക്ക് ചെയ്തേ. എന്നിട്ട് ഈശോ. എല്ലാവരും ഒന്ന് ഇറങ്ങട്ടെ. എടാ എല്ലാവരും ഒന്ന് ഡോറിന്റെ അവിടെ നിന്ന് പറയും. എല്ലാവരും അവിടെ നിന്ന് ഡോറിന്റെ അവിടെ നിന്ന് പറയും. ഓ നിനക്ക് ഡോക്ടർ എന്തെങ്കിലും തന്നായിരുന്നാടാ? സാറേ ഈ ഡോക്ടർ ചാക്കോച്ചി സാറേ ഒന്ന് തുറന്നു തരോ സാറേ? എന്റെ ചേട്ടനാണ്, സ്വന്തം ചേട്ടനാണ്, അതുകൊണ്ടാ. പ്ലീസ് പ്ലീസ്. എടാ അപ്പൊ ഞാൻ പിന്നെ ഇവിടെ അരി വറുക്കാൻ നിൽക്കുന്ന അരി പെറുക്കാൻ ജോർജ് കൊണ്ട് ഇത് മൊത്തം കൂടിയ അവന്മാർക്ക് ഇമാരെ വിറ്റാലേ നമുക്ക് വേണ്ടല്ലേ. മട്ടന്മാരായി കേട്ടിട്ടാടാ. കേട്ടി നമുക്ക് എല്ലാവർക്കും ഷോക്ക് കൊടുക്കാം. ആദ്യം മരുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു ഫോട്ടോ അയച്ചാ. വരാം. പോയിട്ട് വരും, ഞാൻ അവിടെ ഉണ്ടാവും. ചാക്കോച്ചിനെ എനിക്കറിയാം. അച്ചായ ചാക്കോച്ചി ഇതാ എന്റെ ഈ ചേട്ടന്റെ ചേട്ടനാണ്. ഈ ചേട്ടന്റെ അത് കൊരങ്ങാൻ ഷാജി. അങ്ങോട്ട് മാറിക്കോ. ഞാൻ ഈ എന്താ ഡോക്ടറെ? ഒരു കാര്യം പറയാം. ചാക്കോച്ചി സാറിന് സൗണ്ട് പറയട്ടെ. ചാക്കോ സാറേ കേട്ടില്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തീരെ സൗണ്ട് പറ. ആരുടെ? മനസ്സിലാവുന്നില്ല പോയി. ആരുടെ? ചാക്കോച്ചി സാറിന്റെ ഡോക്ടർ സാറിന്റെ. റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടാ മതി. ഡോക്ടറെ നമുക്ക് അങ്ങോട്ട് നിന്നാലോ? എനിക്കൊന്നും കേൾക്കുന്നില്ല. ഓക്കെ
ഇല്ല ഇവിടെ അത്രയും ചെറുതാ മൈന്യൂട്ടാ ഓക്കെ ബാ. കേസിന് സിയോണിക്സ് വരെ വന്ന് ഓ ഓക്കെ ഞാനപ്പം ഡോക്ടർ അവനിപ്പോ മെമ്മറി പോലും ഇല്ല 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 അതറിയേണ്ടി വന്നു. ചെറിയ കുനിപ്പാ ചേച്ചി സല്യൂട്ട് ആദ്യമായിട്ടാണ്. ഓക്കെ ഇപ്പൊ കേൾക്കാവോ ഞാൻ പറയുന്നത്? ആ കേക്കാം കേക്കാം കേക്കാം. നമ്മള് ഡെയിലി ഓക്കെ ഞാനിപ്പം മെഡിസിൻ ഷാജിയുടെ തന്നാ മതിയല്ലോ അല്ലേ? ആ എന്റെ കാരണം അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മൊത്തത്തിലെടുത്ത് അടിക്കും, പിന്നെ അത് വലിയ പ്രശ്നം. ശരി ശരി ശരി. പെഡ്രി അത് വട്ടീരി പെഡ്രി നല്ല പെഡ്രി ഒന്നും അല്ല ഓടിയത് മിണ്ടായിരി. ഇത് രാവിലെ ഒന്ന് രാത്രി ഒന്ന്. അല്ല ഞാൻ പറഞ്ഞുതരാം. സിയോണിക്സേ ആക്കല്ലേ ഇയാള് പറയുന്ന കേക്കരുത്. ഇയാള് പറയുന്ന വിടരുത് ഞാൻ ഇറങ്ങിയേക്കുവാ. എനിക്ക് അവിടെ ഷാജണ്ണ അവന് പാപ്പം കുടിക്കണമെന്ന് ഓക്കെ മനസ്സിനെ കൊടുക്കാൻ കൊടുക്കാൻ പാപം. ഇതിൽ ആ ഒരു ബ്ലൂ കളറുള്ള ഒരു മെഡിസിൻ അല്ലേ, ആ അത് ഉച്ചയ്ക്ക് കൊടുക്കണം. ഓക്കെ ഓരോന്ന്. പിന്നെ മറ്റേ ബാക്കി 2 എണ്ണവും രാവിലെയും വൈകിട്ടുമായിട്ട് ഓരോന്ന് കൊടുക്കണം. രാത്രികളെ രാവിലെയും രാത്രിയും. അപ്പോ അത് കഴിഞ്ഞിട്ട് 2 ദിവസം നോക്കുക അവരുടെ പ്രവൃത്തി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഷാജി അവരെ 3 പേരെയും കൂട്ടിക്കൊണ്ട് ഒന്നുകൂടെ പറയണം. ഇൻ കേസ് നോർമൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ ഡോക്ടറെ എനിക്ക് വാട്ടറില്ല, ഒരു വാട്ടർ വല്ലതും ഉണ്ടാവും? പറ്റാറുണ്ടോ ആദ്യ നമുക്ക് ഇപ്പൊ എന്തിനാണ് എല്ലാവർക്കും ഉള്ള മരുന്ന് തന്നിട്ടുണ്ട്. ഇല്ല നമുക്ക് എല്ലാവർക്കും മറ്റേ ആരോഗ്യവാനും ഇത് പകരാതിരിക്കാനും വേണ്ടിട്ടേ കൂടി തന്നിട്ടുണ്ട് എല്ലാവർക്കും അതെ വേണ്ടി. അതെ ഇത് കുറച്ച് രോഗങ്ങൾ ഇവിടെ പകർച്ചവ്യാധിയായിട്ട് പടരുന്നുണ്ട്. അപ്പം എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ തന്നിട്ടുണ്ട്. ഓക്കെ അപ്പം ഷാജി ഞാനപ്പോ പറഞ്ഞ പോലെ തന്നെ 2 ദിവസം കൊടുക്കണം. കൊടുത്തിട്ട് 3-ാമത്തെ ദിവസം ചെക്കപ്പിന് കൊണ്ടുവരണം കേട്ടോ. അന്ന് വരുമ്പോ എല്ലാരും ഓക്കെ. എല്ലാരും നമുക്കും ബോഡി ചെക്കപ്പ് ഉണ്ട്, എനിക്ക് ഉൾപ്പെടെ. അതെ അതെ എല്ലാവർക്കും വേണല്ലോ. എന്നിട്ട് മസ്റ്റ് ആയിട്ട് അത് വാച്ച് ചെയ്യണം അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ എന്നിട്ട് ട്രിഗറിംഗ് ആയിട്ടുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ പോലും എന്താന്നുള്ളത് കറക്റ്റ്, എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ വരുന്നതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എന്നെ ഒന്ന് അറിയിച്ചാൽ മാറ്റാൻ പറ്റാത്ത തരാല്ലോ. കിട്ടിയോ? നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് ആരോ ഡെഡ് ആയിട്ടുണ്ടോ ഒന്ന് നോക്കുവോ? ആരെങ്കിലും ഉണ്ടോ ഹോസ്പിറ്റലിൽ? ഒന്ന് നോക്കോ? ഓക്കെ ഞാൻ നോക്കാം. വാട്ടർ ഉണ്ടോ? ജസ്റ്റ് വാട്ടർ അല്ലാതെ എന്തെങ്കിലും ഡ്രിങ്ക് ഉണ്ടെങ്കിൽ ഡ്രിങ്ക് ഇല്ല, വാട്ടർ ജസ്റ്റ് വാട്ടർ. കുടിച്ചോ? ഞാനിവിടെ നിൽക്കാം. ബെൻസേന്നില്ലടാ മോനെ. ബെൻസേ മോനെ അടങ്ങി ഇറങ്ങി അത് വിടി കയറി പോണം. ബെൻസേ മോനെ ബെൻസേ അവിടെ തന്നെ പഠിക്കായിരിക്കും. മതി ബ്ലോക്ക്
അടുത്തോട്ടേക്ക് ബെൻസ്. അളിയാന്ന് എടാ അണ്ടി വെട്ടണ സ്വാഭാവികമാണ് ജീവിതത്തിൽ, പേടിക്കല്ലേ. ഇഷയ്ക്ക് വേണ്ടി നീ വെട്ടൂലേടാ? ഇഷയ്ക്ക് വേണ്ടി നീ വെട്ടൂല? ഇല്ലടാ. അയ്യോ അയ്യോ എടാ പിടി, 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 പിടി. എടാ വീട ഒരു സ്ഥലത്ത് ലോക്ക് കേട്ടാ ദേ പോണവൻ രാമഭദ്രനല്ലേ പോകുന്നത്? എല്ലാത്തിനും അടിച്ചിട്ടാണ്. പുറത്തോട്ടുള്ള വഴിയില്ല. ലോക്കി എല്ലാരും ലോക്കി. ഓ സമ്മതിക്കില്ലടാ നിന്നെ. കൊല്ലവനെ. അയ്യോ പോയി. ഒന്നും ആരെയും മറന്നോ നീ അമ്മാരെ കൊണ്ട്. ഒരാള് നിന്ന് അവിടെ താങ്ങാൻ ഓ ഒരാൾ ഓപ്പോസിറ്റ് നിന്നതാക്കിയാണ്. നിക്കാൻ പറഞ്ഞില്ലേ? അടിച്ചിടാൻ പറ്റില്ലല്ലോ ദൈവമേ. ഇവിടെ നില്ല എല്ലാരും എന്നെ കൊടുക്കാതെ അവരെ പോയി പിടിയടേ. അവിടെ നിക്കാ, വാതിലിന്റെ നിക്ക്. അവൻ പോയി. എന്തുവാടാ പൊതിക്കാനുള്ളത് പൊതിക്കുന്നില്ല. ഈ ഹോസ്പിറ്റലിൽ കാണാത്ത വഴി പോലും അവൻ കാണിച്ചു തരണ കേട്ടാ. ഇങ്ങോട്ടൊന്ന് കേറി. താഴെ ചാടല്ലേ, മരിച്ച ചാടല്ലേ. ഇല്ല ചാടി. തോട്ടായല്ലേ. എനിക്ക് തല ഇറങ്ങണ അയ്യോ അലോക്കെ അയ്യോ വെളി രണ്ട് സൈഡ് ഇല്ല രണ്ട്. സൂപ്പർ എടാ രണ്ട് സൈഡ് വെളിയിക്കാവുന്ന ഭാഗത്തേക്ക്. ഓൾറെഡി വെട്ടിയതാ നിന്റെ കുഴപ്പമില്ല. നീ ഓടണേ, നീ ഓൾറെഡി വെട്ടി തുടങ്ങിക്കിടന്നിട്ട് സ്കൂബി ഓൾറെഡി വെട്ടിയടാ നിന്റെ. സാറേ ഒന്നും പിടിക്കുന്ന സ്കൂബി വെട്ടിയ ബാക്കി രണ്ട് തുമ്പാണെങ്കിൽ അത് കിട്ടൂല. എടാ സ്കൂബി മോനെ കിട്ടൂലടാ, അതിങ്ങനെ ഓടല്ലേ. എടാ അണ്ടി പോയി എന്റെ വിഷമത്തിൽ വട്ടായെന്നൊക്കെ പറഞ്ഞ എങ്ങനെയാണ്? ആരെങ്കിലും സിയോണിക്സിനൊന്ന് വിളിയണേ. ഞാൻ വിളിക്കാം. പോക്ക് വഴി കറങ്ങടിപ്പിച്ചിടാൻ തുടക്കത്തിൽ വരാം. സമ്മതിക്കൂടാ.
ഞാൻ വിളിച്ചാ ബെൻസി കത്ത്. ആ നമ്മളെ മറ്റേ കാര്യം എന്തേ വീടിന്റെ കാര്യം എന്തേ ഓക്കെ 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 ഇവിടെ പൂട്ട് 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 ഓക്കെ 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 ദാ പോന്നു. കൂട്ടി. അമ്പട്ട്. മണ്ടന്മാരാണോ ഇവര്? എന്താ പട്ടിരി ഞാൻ നിന്നെയാടാ എന്നെ ആരെ തള്ളിട്ട നിന്നെ ഓക്കെ ഓക്കെ ശരി ശരി ശരി. ഞങ്ങളിത് വീണോണ്ടിരിക്കുക. ഞാൻ ഇപ്പൊ വിളിക്കാം. ഒരു മിനിറ്റ്. ഒരു മെന്റൽ പേഷ്യന്റ് ഹോസ്പിറ്റലില് ഓക്കെ ഓക്കെ വിളിക്കാം വിളിക്കാം വിളിക്കാം. എടാ ഇവിടെ ആരെങ്കിലും വന്ന് നിക്കടേ പൊട്ടന്മാരെ. കൂടെ പോയി ചാടി കളിച്ചോ. അയ്യോ ശരിയെന്ന്. ഞാൻ നടന്നു. അയ്യോ ഞാൻ കൊടുക്കും. പോയി ഞാൻ വിളിച്ച സിയോണിക്സ് ആരും വരുന്നില്ല. ചെന്ന് പിടി. ഒരു സെക്കൻഡ് വയ്യടിച്ചേ. വയ്യടിക്കേ വയ്യടി. അയ്യോ ഇതെന്താ പോയിങ്ങനെ? ഞാൻ നോക്കാം ഏറെ കുനിഞ്ഞിരിക്കുന്നു. അടി വയ്യടി. നിങ്ങൾ ആരും വിഷമിക്കണ്ട. ആരും വിഷമിക്കണ്ട. ആള് ചത്ത പുതിയ ആളുണ്ട് ചുണ്ണിവട്ടെ. അതാ ഇറങ്ങിപ്പോയി. കുറെ നേരെ തളപ്പ് അടിച്ച് ഓടിച്ച് വയ്യാണ്ടായടേ. എടാ മിക്ക റീസ്പോൺ അടിച്ചാണ് കേട്ടാ. സത്യം. എടാ എങ്ങനെ പറയോടാ നാട്ടുകാരോട് അണ്ടി വെട്ടി വട്ടായെന്നൊക്കെ. പിടിക്കാം. അടി പോയി വട്ടായി. അത് കൊള്ളാം കേട്ടാ. ഞാൻ ഇപ്പഴാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾക്കറിയായിരുന്നാ ചാക്കോ ചെയ്തിട്ട് അവിടെ ഇന്ന് എല്ലാരും വീട്ടിൽ ചെയ്ത് കളിച്ചോണ്ടിരിക്കുകയാണ് പെണ്ണുങ്ങളെ. ശരിയാക്കി കൊടുത്ത മനുഷ്യനെ കിടപ്പുണ്ടില്ലേ വിഷമോണ്ടാ. ഇതൊക്കെ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് നോക്കിയേ. അയ്യോ ബോക്സിലാക്കി കൊണ്ടുപോയത്. ബോക്സിലാക്കിട്ടാ കൊണ്ടുപോയി. സാറേ വേഗം സാറേ എവിടെയെങ്കിലും ഒന്ന് കൂട്ടിയിടൂ സാറേ. ഇതിനൊന്ന് ആള് ഭയങ്കര അൺസ്റ്റേബിൾ ആണ് മെന്റലി. എവിടെയൊന്ന് കൂട്ടിയിടൂ സാറേ. ഏതെങ്കിലും റൂമിലൊന്ന് കൂട്ടിയിടോ സാറേ. അങ്ങോട്ട് വലിക്കാവോ സാറേ? ആളെ നീറ്റ് അപ്പ വൈലന്റ് ആവും സാറേ. ചുറ്റിനെ നിന്നോ. ചുറ്റിനില്ല. ഞാൻ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിന്റെ അണ്ടിയുടെ ഒരു 1/4 വെട്ടി അവനിക്കൊരു 25 മില്ലിമീറ്റർ അണ്ടി കിട്ടി. എന്തായാലും അവസാനം അവശേഷിക്കുന്നതായിരുന്നു വെട്ടിയെടുത്ത്. അതും കഴിഞ്ഞു. ഇനി നിനക്കില്ല മോനെ. അത് ഈ സത്യം മനസ്സിലാക്കി. നിനക്ക് വേണ്ടി കാട്ടാക്കടയെന്ന് പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അവിടെ ഗുണാക്കേവ് ഡ്രിൽ അടിച്ചു വെക്കാം. പെട്ടെന്ന് വരും. നിനക്കിനി 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ഞാൻ മേടിച്ച പ്ലാസ്റ്റിക്,
നീ കയറ്റി വെക്കുക, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് നമുക്ക് അതൊക്കെ എടുക്കാം. വട്ടത്തിൽ കുനിഞ്ഞ പോലെ ഇനി ചെയ്താലും മൊത്തം കുനിഞ്ഞെന്നല്ലായിരിക്കാം. എടാ അങ്ങനെയല്ലടാ, അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് നിനക്ക് ഇപ്പൊ നിനക്ക് പറ്റിയ തൊഴില് അവിടത്തെ പാലത്തിൽ പോയി നില്ലേ, അതാണ് നല്ലത്. അതാണ് ഇപ്പൊ കാണിച്ചേ. ട്രെയിൽ എടുത്തിട്ടാണ് ഇപ്പോൾ താഴുന്നത്. ഈശോ അവൻ ട്രോമറ്റൈസ്ഡ് ആണ്. നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത്. എടാ മോനെ സ്കൂബി, ഇപ്പൊ നമുക്ക് അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആക്കാം. നിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇപ്പഴേ തുടങ്ങി. ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഒരു പയ്യന്റെ കേക്ക് എന്നൊക്കെ പറയണ പോലെ ഏറ്റവും ലാസ്റ്റ് ഒരു കേവ് സഫാരി. അതും വലിയ കുഴിയാന്നാ പറഞ്ഞേ. ഒരു 10 ആൾക്കാർക്കൊക്കെ ഒരുമിച്ച് കയറാൻ പറ്റുന്ന കുഴിയാന്നൊക്കെ പറഞ്ഞേ. അപ്പൊ പക്ഷെ എക്സ്ക്ലൂസീവ് ആയിട്ട് നീ ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഈശോ ഉദ്ഘാടനം ചെയ്യടാ. ഹാപ്പി അല്ലേ? ഇതും കണ്ടന്റ് ആക്കണേ. കണ്ടന്റ് ആക്കണേ. അതായിരിക്കും നല്ലത്. തുറന്നു വെച്ചിട്ടിരിക്കണ് പൊത്തി പിടിച്ചിരിക്കുന്നു. വേണ്ടവരെടുത്തത്.